ശ്രീജിത്ത് ആദ്യമൊക്കെ വിശ്വം. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ടൈൽ സീബ്രയെ ബ്രീഡുള്ള വീഡിയോ ആണ്. വൈറ്റ് ടൈൽ സീബ്രയെ ബ്രീഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ളായി തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നമുക്കിനി വൈറ്റ് ടൈൽ സീബ്രയെ എങ്ങനെയാണ് ബ്രീഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫിഷുകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷാണ് വൈറ്റ് ടൈൽ സീബ്ര. അതിന്റെ നല്ല രീതിയിലുള്ള ഇയർ ക്വാളിറ്റിയും കളറും എല്ലാവരെയും പെട്ടെന്ന് തന്നെ ആകർഷിക്കുന്ന ഒരു ഫിഷ് തന്നെയാണ്. ഇപ്പോൾ വിപണിയിൽ നല്ല മാർക്കറ്റുള്ള ഒരു ഫിഷ് തന്നെയാണ് വൈറ്റ് ടൈൽ സീബ്ര. ഇനി അതിനെ ബ്രീഡ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. നമ്മൾ ബ്രീഡിങ്ങിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിലുകൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. ചുരുങ്ങിയത് ഒരു ഫീമെയിലിന് 2 മെയിൽ എന്ന രീതിയിൽ തന്നെ ബ്രീഡിങ്ങിന് ഇറക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ഒരു ബ്രീഡിങ് നടക്കുകയുള്ളൂ, നമുക്ക് നല്ല കുട്ടികളെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് വൈറ്റ് ടൈൽ സീബ്രയുടെ ഫീമെയിൽ ഫിഷാണ്. ഇതാണ് ബ്രീഡിങ്ങിന് ഇറക്കുന്ന വൈറ്റ് ടൈൽ സീബ്രയുടെ മെയിൽ ഫിഷുകൾ. നമ്മൾ ബ്രീഡിങ്ങിന് ഇറക്കുന്ന ഒരാഴ്ച മുന്നേ തന്നെ നല്ല രീതിയിലുള്ള ഫുഡ് കൊടുത്ത് ഫിഷുകളെ കണ്ടീഷൻ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും ബ്രീഡിങ്ങും നടക്കുകയുള്ളൂ. വൈറ്റ് ടൈൽ സീബ്രയെ ബ്രീഡ് ചെയ്യാൻ ഇതുപോലുള്ള ബ്രീഡിംഗ് നെറ്റാണ് ആവശ്യമായി വരുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ബ്രീഡിംഗ് നെറ്റാണ് ഇത്. ഇതിലാണ് വൈറ്റ് ടൈൽ സീബ്രയെ ഞാൻ ബ്രീഡ് ചെയ്യാൻ പോകുന്നത്. എയറേഷൻ കൊടുത്തിട്ട് അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി ബ്രീഡിംഗ് നെറ്റ് ഇറക്കി വെക്കാം. ബ്രീഡിംഗ് നെറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് വൈറ്റ് ടൈൽ സീബ്രയെ ഇറക്കി വിടാവുന്നതാണ്. നമുക്ക് വൈറ്റ് ടൈൽ സീബ്ര ഫീമെയിൽ നമുക്ക് അതിൽ ഇറക്കി കൊടുക്കാം. ഇനി മെയിൽ ഫിഷുകളെയും ബ്രീഡിംഗ് നെറ്റിലേക്ക് ഇറക്കി വിടാവുന്നതാണ്. ഇതുപോലെ എയറേഷൻ വെക്കുന്നത് നല്ലതാണ്. അവർ ബ്രീഡ് ചെയ്താൽ എഗ്ഗ് സ്പ്രെഡായി കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എയറേഷൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് നാളെ രാവിലെ നോക്കാം ബ്രീഡിംഗ് ആയോ ഇല്ലയോ എന്ന്. ബ്രീഡിങ്ങിൻ്റെ പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ വൈറ്റ് ടൈൽ സീബ്ര ബ്രീഡിംഗ് നടന്നിട്ടുണ്ട്. അക്വേറിയത്തിൻ്റെ താഴെ സൂക്ഷിച്ചു നോക്കിയാൽ ഗ്രീൻ ജെല്ലി രൂപത്തിൽ വൈറ്റ് ടൈൽ സീബ്ര എഗ്ഗ് കാണാൻ കഴിയുന്നതാണ്. നമുക്കിനി എഗ്ഗ് എല്ലാം മോശമാവാതിരിക്കാൻ വേണ്ടി 2-3 ഡ്രോപ്പ് മെത്തിലിൻ ബ്ലൂ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കുകളെ ഈ അക്വേറിയത്തിൽ നിന്നും മാറ്റി വേറൊരു അക്വേറിയത്തിൽ ആക്കാവുന്നതാണ്. വൈറ്റ് ടൈൽ സീബ്രയെ ബ്രീഡ് ചെയ്ത് 4ാമത്തെ ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. സൂക്ഷിച്ചു നോക്കിയാൽ അക്വേറിയത്തിന്റെ ഗ്ലാസുകളിൽ പറ്റി കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബ്രീഡായിട്ട് 5ാമത്തെ ദിവസം പിടിക്കുന്ന വീഡിയോ ആണ്. എല്ലാ ബേബീസും ഫ്രീസിയുമായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതൽ നമുക്ക് ഇവർക്ക് ഇൻസസോറിയ ഫീഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇത്തരം ദിവസങ്ങളിൽ മൊയിന, ആർട്ടിമിയ എന്നീ ഫീഡുകൾ എടുക്കുന്നതല്ല. ഒരാഴ്ച വരെ ഇൻസസോറിയ തന്നെ ഫീഡ് ചെയ്തതാണ് നല്ലത്. അതിനുശേഷം ആർട്ടിമിയ കൊടുത്തു തുടങ്ങാവുന്നതാണ്. നമ്മൾ വൈറ്റ് ടൈൽ സീബ്ര കുട്ടികൾക്ക് ഇൻസസോറിയാണ് കൊടുക്കേണ്ടത്. ഇത് ഉണങ്ങിയ വാഴയില ഇട്ട് ചെയ്തതാണ്. ഇൻസോസോറിയ എന്ന് പറയും. നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ദിവസം വരെ ഇങ്ങനെ ഈ ഫുഡ് തന്നെയാണ് അന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിന് മുന്നേ ബ്രീഡിങ് ചെയ്ത വൈറ്റ് ടൈൽ സീബ്ര ഇതിപ്പോൾ ഒരു 3 മാസം 4 മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്.